ദുബായിൽ 2025 വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 39,50,00,000 പേർ പൊതുഗതാഗതം ഉപയോഗിച്ചു. ബസ്, മെട്രോ, ടാക്സി ഉൾപ്പെടെയുള്ള ആകെ കണക്കാണിത്. അതേസമയം 20 ലക്ഷത്തിലധികം പേർ പ്രതിദിനം പൊതുഗതാഗതം ഉപയോഗിക്കുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. 2024 വർഷത്തെ ആദ്യ പകുതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുബായിൽ പൊതുഗതാഗതം ഉപയോഗിച്ചവരുടെ എണ്ണത്തിൽ 9% വർധന രേഖപ്പെടുത്തി. 2025 വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 39,50,00,000 പേർ പൊതുഗതാഗതം ഉപയോഗിച്ചു. ബസ്, ദുബായ് മെട്രോ, ട്രാം, ടാക്സി, ജലഗതാഗതം, ഷെയർഡ് മൊബിലിറ്റി എന്നിവ വഴിയുള്ള കണക്കാണിത്. അതായത് 20,18,000 പേർ പ്രതിദിനം പൊതുഗതാഗതം ഉപയോഗിച്ചു. ഇതിൽ 61% പേരും മെട്രോ ബസ് സർവീസുകളെയാണ് ആശ്രയിച്ചത്. മൊത്തം യാത്രക്കാരുടെ 36.5% മെട്രോയെയും 26% പേർ ടാക്സികളെയും 24% പേർ ബസ്സുകളെയും ഉപയോഗിച്ചെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 വർഷത്തെ ആദ്യ 6 മാസം ഏകദേശം 36,12,00,000 പേർ പൊതുഗതാഗതം ഉപയോഗിച്ചിരുന്നു. 9% വർധന ഇവിടെ രേഖപ്പെടുത്തി. 2024 ആദ്യ പകുതിയിൽ പ്രതിദിനം 10,98,000 ആയിരുന്നു യാത്രക്കാരുടെ എണ്ണം. 2006 ഇത് 6% വളർച്ച നേടി. എന്നാൽ 2024 ഇത് 21.6% പൊതുഗതാഗത പ്രേമികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇതോടെ ദുബായിലെ താമസക്കാർക്കും സന്ദർശകരും പൊതുഗതാഗതം കൂടുതലായി ഇഷ്ടപ്പെടുന്നുവെന്നും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന RTA കണക്കുകൾ വ്യക്തമാക്കുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സുരക്ഷിതവും സുഖകരവും സുസ്ഥിരവുമായ മൊബിലിറ്റി പരിഹാരങ്ങൾ നൽകുകയാണ് ലക്ഷ്യമെന്നും ദുബായ് RTA അറിയിച്ചു. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, Dubai. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East this week, only on Jayhind TV. An Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.